ഉപഭോക്താക്കളുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിച്ചാൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് വാട്സപ്പ്. ചാറ്റുകളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന എൻഡ്-ടു-എൻഡ് എൻക്രിപ്ഷനിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യ വിടുമെന്നാണ് വാട്സപ്പ് ദില്ലി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. IT നിയമ ഭേദഗതിക്കെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് വാട്സപ്പ് തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. IT നിയമ ഭേദഗതികൾ അവതരിപ്പിച്ചത് കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നും വാട്സപ്പ് അധികൃതർ പറയുന്നു. പുത്തൻ നിയമം ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്കെതിരാണെന്നും വാട്സപ്പ് കോടതിയെ അറിയിച്ചു. സോഷ്യൽ മീഡിയ കമ്പനികൾക്കായുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് വാട്സപ്പും പാരന്റിംഗ് കമ്പനിയായ മെറ്റയും ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കേസിന്റെ വാദത്തിനിടെയായിരുന്നു എൻക്രിപ്ഷൻ മാറ്റാൻ ആവശ്യപ്പെട്ടാൽ ഇന്ത്യയിൽ തുടരില്ലെന്ന് വാട്സപ്പ് അറിയിച്ചത്. ഞങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശത്തെയാണ് ഈ നിയമം ഹനിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോട് എൻക്രിപ്ഷൻ എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടാൽ വാട്സപ്പ് ഇന്ത്യ വിടും. ലോകത്ത് മറ്റെവിടെയും ഇത്തരത്തിലുള്ള നിയമങ്ങളില്ല. ഇങ്ങനെയാണ് കമ്പനി കോടതിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. സന്ദേശം അയക്കുന്നവർക്കും അത് സ്വീകരിക്കുന്നവർക്കും മാത്രം ഉള്ളടക്കം ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വാട്സപ്പിന്റെ ഒരു സംവിധാനമാണ് എൻഡ്-ടു-എൻഡ് എൻക്രിപ്ഷൻ. ഉപയോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നതാണ് എൻഡ്-ടു-എൻഡ് എൻക്രിപ്ഷനിലൂടെ വാട്സപ്പ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ഡിജിറ്റൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ 2021 ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഇതുവഴി സർക്കാരിന് കോടതി ഉത്തരവിലൂടെ ആളുകളുടെ സ്വകാര്യതയിലേക്ക് എളുപ്പം ചെന്നെത്താനാകും. വാട്സപ്പ് വഴിയുള്ള ആശയവിനിമയം ഉൾപ്പെടെ ലഭ്യമാക്കാനും ഇതിലൂടെ സാധിക്കും. പൗരന്മാരുടെ സ്വകാര്യത ലംഘിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കാൻ വാട്സപ്പ് തയ്യാറാവില്ലെന്നത് ഉറപ്പാണ്. കാരണം സ്വകാര്യത ലംഘനം ഒഴിവാക്കാൻ പരസ്യം പോലും വേണ്ടെന്ന് വെച്ച കമ്പനിയാണിത്.